ഹലോ എല്ലാവർക്കും നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. അവിടെ ഇന്ന് നമുക്ക് രാവിലെ യാത്ര ഉണ്ടോ? യാത്ര സിജിയമ്മ ഞാനും പുണ്ണുസെ പപ്പിച്ചേട്ടാ. അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം മറക്കല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് രാവിലത്തെ യാത്ര ഉണ്ട്. എവിടെ യാത്ര അമ്മേ? എവിടെ പോണേ? അതെ സുന്ദരിയായത് നമുക്ക് നല്ല പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി. നല്ല സാരി ഇട്ടിട്ട് റെഡി ആയി ഇരിക്കുന്ന. അപ്പൊ നമുക്ക് പപ്പിച്ചേട്ടൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ അമ്മേ? എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവച്ചെന്ന് വീട്ടിൽ പോവാം. സോനത്തിന് ഞാൻ അവിടെ കുറെ നാളായി കൊണ്ടുപോകണം വിചാരിക്കുന്നേ. ഇനിയിപ്പോ അവര് വീട് മാറി പോവുക, വേറെ വീട്ടിലേക്ക് ഒരു താമസം മാറ്റുക. അപ്പൊ അതിക്ക് മുമ്പ് അവിടെ ചെന്ന് കഴിയുമ്പോ ഒത്തിരി ഓർമ്മകൾ വരും, ഒത്തിരി കാര്യങ്ങൾ. എനിക്കിപ്പോ ഞാൻ ഇന്നലെയൊക്കെ രാത്രി കിടന്ന് ഓർക്കായിരുന്നു, അയ്യോ അത് എന്നൊക്കെ പറഞ്ഞോണ്ട്. ഇനി മഴ ഉണ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് പോവാം കേട്ടോ. ഇല്ല, ഉറങ്ങിയില്ലാടി. അപ്പൊ ഞാൻ നിന്നെ പോണ വഴിക്ക് അത് കാണിച്ചു തരണം, ഇത് കാണിച്ചു തരണം. പള്ളിയങ്കാവ് ദേവീക്ഷേത്രം അത് ഫേമസ് ആയതാണ്, അത് കാണിച്ചു തരണം. അങ്ങനെ കുറെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി മഴയാണോ എന്തൊന്നും അറിയില്ല. അപ്പൊ പോയി നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാം അമ്മ ഞാനും പുനസ് റെഡി ആയി നിൽക്കുന്നു. പപ്പിച്ചേട്ട എത്തിയിട്ടുണ്ട്. അപ്പൊ പപ്പിച്ചേട്ട വരൂ. അപ്പൊ ഗുഡ് മോർണിംഗ്. നല്ല ഗ്ലേവർ ആയിട്ട് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ആൻസി അവിടെ ഇരിക്കുന്നു. അപ്പൊ ആൻസി അപ്പുക്കുട്ട വരുന്നില്ലേ? ആൻസിക്ക് അപ്പുക്കുട്ടൊക്കെ യാത്ര പറ്റൂല പറയുന്നുണ്ടോ? അപ്പൊ ഈ വർഷം അമ്മ എന്റെ പുനസ്ക്ക് പപ്പിച്ചേട്ടൊക്കെ 4 പേർക്ക് യാത്ര ഉണ്ട്. അപ്പൊ നമുക്ക് അടിച്ചിട്ട് പൊളിച്ചിട്ട് വരവ ഇങ്ങനെ ഉണ്ടാവും അറിയില്ലേ. അപ്പൊ പക്ഷെ ഇങ്ങ ഭയങ്കര മഴ ഉണ്ടോ? കണ്ടോ പുറത്തേക്ക് അതെ. അതെ. അപ്പൊ നമുക്ക് അവിടെ നല്ല സ്ഥലം, ശരിക്കും നല്ല സ്ഥലമുണ്ട്, നല്ല വെള്ളം. അല്ലെ, അത് എന്താ വെള്ളം പറയും? തോട്ട് വെള്ളം അല്ലേ? നമുക്ക് അവിടെ നാട്ടിൽ അങ്ങനത്തെ വെള്ളമുണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് കുളിക്കാം. വീട്ടില് കുളിച്ചിട്ടില്ല കേട്ടോ, അവിടെ പോയി കുളിക്കാം. തോന്നും. അതെ. ഇന്ന് സ്കൂളില്ലല്ലോ, സ്കൂള് ലീവ് അല്ലേ? പുനസൊക്കെ ഡ്രസ് കാണിച്ചു കൂറ്റി. പിങ്ക് ഷൂ പിങ്ക്, എല്ലാം പിങ്ക് ആയില്ലോ. പിങ്ക് നോക്കട്ടെ, സുന്ദരി ആയില്ലോ. 3 പേര് പിങ്ക് ആയി. ഞാനും പിങ്ക് മജന്ത. ഞാൻ ശരിക്കും പച്ച എടുത്താൻ, പിന്നെ അവിടെ പോയി എല്ലാം പച്ച ഉണ്ട് അമ്മ പറയണം. അപ്പൊ പിന്നെ ഡ്രസ് മാറ്റി അല്ലേ സുന്ദരി? അപ്പൊ റെഡിയാണോ? പോവാ അല്ലേ ചക്കരി? പോണ് റെഡിയാണോ? എന്റെ അമ്മേ. അപ്പൊ അമ്മ കൊറേ നാല് പറയുന്നുണ്ട് നമുക്ക് അവിടെ പോവാ. എനക്കും പോണ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് എന്ന് പോണേ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ വർഷം പെറ്റിനെ പോയിട്ട് വരാലോ. അപ്പൊ നമ്മൾ ആ പഴയ വീട് കാണിക്കുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം. പഴയ വീട് ഞാൻ കാണിച്ചു തരാട്ടോ. സോനത്തിന് തന്നെ കരിങ്കല്ല് കൊണ്ട് വിട്ടിയ ഭിത്തിയും ഒക്കെ ഭയങ്കര നല്ല രസം. കുറച്ച് നാളവിടെ താമസിച്ചുള്ളെങ്കിൽ പോലും ഭയങ്കര ഒരു ഇഷ്ടമാണത്. എന്താ പറയാ, പ്രകൃതി എന്താ? പ്രകൃതി അവിടെ നല്ല എല്ലാം റബ്ബർ എസ്റ്റേറ്റ് ആണ്, റബ്ബർ തോട്ടാണ്, ഫുൾ റബ്ബർ എസ്റ്റേറ്റ് ആണ്. അവിടുത്തെ കുറെ ആളുകളെ കാണിച്ചുതരാം. അതെ. അപ്പൊ അവിടെ നമുക്ക് കസിൻസ് ഉണ്ടല്ലേ അമ്മേ? കസിൻസ് ആൾക്കാരുണ്ടോ? അപ്പൊ ഞാനും കുറച്ച് കസിൻസ് ആൾക്കാർക്ക് കണ്ടിട്ട്, കുറച്ച് നമുക്ക് സ്വന്തം ആൾക്കാർക്ക് കണ്ടിട്ടില്ല, കുറച്ച് നമുക്ക് അടുത്ത ആൾക്കാർക്ക് അറിയാം, പക്ഷെ കുറച്ച് ദൂരം ആൾക്കാർക്ക് എനിക്ക് അറിയില്ല. അപ്പൊ ഇന്ന് പോയി നമുക്ക് കാണാം, നേരിട്ട് കാണാം. ഫോണിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ, കണ്ടിട്ട് ഫോണിൽ മാത്രം വീഡിയോ കോള് കണ്ടിട്ടുണ്ടോ അല്ലേ അമ്മേ? നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് പോയി നമുക്ക് എല്ലാവർക്കിട്ടെ കാണാം. നല്ല മഴ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് യാത്ര സ്റ്റാർട്ടായി. എത്ര മണിക്കൂർ എടുക്കും അമ്മേ? എന്റെ അമ്മേ 3 മണിക്കൂർ എടുക്കും അല്ലേ? പൈനാപ്പിൾ ഉണ്ടല്ലോ. ഓ പൈനാപ്പിൾ കണ്ടോ പുന്നസേ? അതെ, ഫുള്ള് പൈനാപ്പിള്. സുന്ദരിക്ക് വിശപ്പ് പറഞ്ഞിട്ട് എന്താ കഴിച്ച? അവിടെ ഇരുന്നോ. ഇപ്പൊ എവിടെ എത്തിയോ അമ്മേ? തൊടുപുഴ കാണിച്ചേ. മിഠായി ഉണ്ടല്ലോ. കുറച്ചു നേരം ഉറങ്ങിക്കോ. പിന്നെ ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നില്ലേ? ഇനി നമുക്ക് എവിടെങ്കിലും പോന്ന് വിചാരിച്ച അപ്പൊ തന്നെ മഴ. അപ്പു പറഞ്ഞ മതി, തിങ്കളാഴ്ച ടു വേഴം, തേഴ്സ്ഡേ, ഫ്രൈഡേ, മൺഡേ ടു ഫ്രൈഡേ വരെ മഴ പെയ്യൂല. സാറ്റർഡേ സൺഡേ പൂര മഴ പറയൂല. അങ്ങനെ മാതിരി ആയില്ലോ.
കാണിച്ചോ. അപ്പൊ ചുന്ദരി ഞാനും മിഠായി കഴിച്ച് പോകുന്നുണ്ട്. ജീരകം മിഠായി അല്ലേ ഓക്കെ. അടുത്ത നമ്മുടെ സൂസമ്മ ആന്റി അല്ലേ? സൂസമ്മ ആന്റിക്ക് നമുക്ക് വണ്ടിയിലെ കൂട്ടി കൊണ്ടുപോകുന്നു. സൂസമ്മ ആന്റിക്ക് വീട് എവിടെയാമ്മേ? നെടുങ്കണ്ടം. വേറെ ആന്റിയും ഉണ്ട് കേട്ടോ. വേറെ ആന്റി നമുക്കിട്ട് കൂടെ പോവും. അപ്പൊ ആന്റിക്ക് വീട് എവിടെ? നെടുങ്കണ്ടം. അപ്പൊ ആന്റി ഇത് അവിടെ ബസ്സിൽ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആന്റിക്ക് പിക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഏകദേശം നമുക്ക് എത്തിയല്ലേ ഇന്ന്? മുണ്ടക്കൈ എത്തി. അപ്പൊ ഇങ്ങനെ കുറച്ച് ദൂരമുണ്ടോ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെത്തും. അപ്പൊ ഹായ് പറഞ്ഞു കൊടുത്ത ആന്റി. ഈ മുഖം ഓർമ്മ ഉണ്ടോ അല്ലേ? ലാസ്റ്റ് ടൈം വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ വീട്ടില് വന്നായിരുന്നല്ലോ ആന്റി. ഓ അതെ, ഓർമ്മയുണ്ട്. അപ്പൊ നമുക്ക് പോവാ, വീട്ടിലേക്ക് പോവാ. ഇത് എന്താ ബോർഡ്? അതെ. ഓ അവരുടെ വീട്ടിലെ പശുക്കളെ രാവിലെ അഴിച്ചു വിടും കണ്ടോ. വൈകുന്നേരം ആകുമ്പോ ഇതുങ്ങൾ ഇവിടുത്തെ പുല്ലൊക്കെ തിന്നിട്ട് വൈകുന്നേരം തന്നെ തിരിച്ച് വീട്ടിൽ ചെന്നോളും. നമ്മുടെ വീട്ടിലൊക്കെ പശു ഉണ്ടായപ്പോ രാവിലെ ഇറക്കി വിടും, വൈകുന്നേരം ആകുമ്പോ തിരിച്ചു വരും. അപ്പൊ ഗായ്സ് നമുക്ക് ഫൈനലി വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല മഴ ഉണ്ട്, കുറെ മഴ ഉണ്ട്. അപ്പൊ ഞാന് കുറച്ച് എവിടെ വീട് എവിടെ? നമ്മുടെ വീട് അവിടെ. അപ്പൊ ഇത് മഴ ഉണ്ട്, വെള്ളം നന്നായിട്ട്. ഞാൻ ചെരുപ്പ് മാറ്റി അപ്പൊ തുണിയൊക്കെ മേലെ പൊക്കി നമുക്ക് പോകണം. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് നടക്കുന്നുണ്ട് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യുന്നു. വെള്ളമല്ലേ? അപ്പൊ ഇതില് ഇങ്ങനെ കൊച്ചു പോന്നെ. അതെ, തുണി കഴിക്കണം ഇങ്ങനെ പറയുന്നുണ്ടോ? നമുക്ക് വെള്ളം കിട്ടൂല. അപ്പൊ എവിടെ ഒരു കുഴിയുണ്ട്, മണ്ണ് വന്നപ്പോ മൂടി. അത് എന്നിട്ട് നമ്മളിങ്ങനെ മണ്ണ് മാറ്റി എടുത്തു കഴിയുമ്പോ നല്ല ഉറവ വെള്ളം അതിൽ കിട്ടും. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറി ചേഞ്ച് ആയി അല്ലേ? ഈ വീട് ആരൊക്കെ വീട് പറഞ്ഞ? ഇത് ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോക്കടെ വീട്. നമ്മുടെ വീട് നമ്മുടെ വീട് മേലെ ഉണ്ട് കേട്ടോ. അതെ, അവിടെ ഉണ്ട്. അപ്പൊ നമുക്കത് വന്നിട്ട് ഡ്രസ്സ് മാറ്റി നമുക്ക് നമ്മുടെ വീട്ടില് പോവാൻ. വെള്ളമൊക്കെ ആയി, ചീത്തായി, ഡ്രസ്സ് ഒക്കെ പോയി. ഡ്രസ്സ് മാറി. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടില് പോവാട്ടോ. ചേച്ചിക്ക് അണ്ടിക്ക് വീട്ടിൽ അഞ്ചിക്ക് വീട്ടില് നമുക്ക് ചായ കുടിച്ചോ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടില് പോവാ. ഇങ്ങനെ ആടിപ്പാടിയൊക്കെ നടക്കും. കാലില് മറ്റേ പുഴു കേറാതെ നോക്കണം കേട്ടോ. എന്താ അട്ടാല്? ഇവിടെ അട്ടയുണ്ടാവും. എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോഴേ റബ്ബർ ആയതുകൊണ്ട് തേൻവരിക്ക ചക്ക എന്ന് പറയണ അതിന് നല്ല ടേസ്റ്റ്. എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വെച്ചപ്പോ ഞാൻ ഇവിടെ വന്നിട്ടാണ് തേൻവരിക്ക ചക്ക എത്ര ഉണ്ടാകും, ചുമന്നിരിക്കും. നല്ല വറക്കാനും പഴുപ്പിക്കാനും. ഇത് മല അല്ലേ? അതാ പറഞ്ഞ ഇതിന് മേല് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്ന മലയുടെ പുറത്തേക്കാ. ഞാനൊക്കെ അന്ന് 35 വർഷം മുമ്പ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ നമ്മുടെ വീടിന്റെ അവസ്ഥ അന്ന് അങ്ങനെ. ഇവിടെ വരുമ്പോ അപ്പച്ചൻ അങ്ങനെ വലിയ താല്പര്യം ഒന്നും എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഒരു ഇറച്ചി കിട്ടില്ല, മീൻ കിട്ടൂല, വെള്ളം അന്ന് താഴേന്ന് വെള്ളം കോരി കാണുന്നത് ഇത്രയും ദൂരം കൊണ്ടുവരണം. അതിന്റെ കലം ഞാൻ കാണിച്ചു തരാട്ടെ എവിടെ ഉണ്ടെങ്കിൽ. ഞാൻ അന്ന് കോരി കൊണ്ടുവന്ന കലമൊക്കെ. കറിവേപ്പില, ഇഞ്ചി പൂവ്. ഇത് ചെറിയ പൂവല്ലേ എൽസമ്മ? അയ്യോ ചേച്ചി, ഡ്രസ്സൊക്കെ മോഷിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ചേട്ടത്തി ചേട്ടൻ. പണ്ട് നമ്മുടെ മാരേജില് കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലേ.
സാധുട്ടോട് വരില്ലല്ലോ. കണ്ട വീട് കണ്ട അരക്കൽ വീട്, അരക്കൽ ഹൗസ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ മാവില്ലേ, ഈ മാവ് അന്നൊന്നും അത്ര ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കമ്പുണ്ടായിരുന്നു ഇങ്ങനെ, നല്ല രസമായിരുന്നു, നല്ല സാധട്ടാ. ഇപ്പഴും മാവ് ഒത്തിരി മാങ്ങ ഉണ്ടാവില്ലേ ഇതില്? മൂവാണ്ട്. ബോർവെല്ലില്ലേ വെള്ളം അടിയിന്ന് കിട്ടുന്നേ, അത് അന്ന് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്നും ഇതില്ല. ഇതിപ്പോ ഈ ഇടവിന് കുത്തിയത്. അന്നൊക്കെ നമ്മള് താഴേന്ന് വെള്ളം മുകളിലേക്ക് കോരി കൊണ്ടുവരിക ചെയ്യുന്നേ. എന്താ ഇതാണ് കാണിച്ചു തരണ്ടേ. അതെന്താന്നറിയോ, എടി മഴ പെയ്യുമ്പോഴേ കിട്ടുള്ളൂ വെള്ളം. എന്താ വെച്ചാലേ അന്നൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ താഴേന്ന് വെള്ളം കോരി കൊണ്ടുവരണം. അപ്പൊ മഴ ഇങ്ങനെ പെയ്യുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, ഇങ്ങനെ വെള്ളം കിട്ടൂലോ. എന്നിട്ട് ഫുള്ള് പാത്രം നിറച്ചു വെക്കും, ഫുള്ള് പാത്രം നിറച്ചു വെക്കൂടെ. കണ്ടോ അപ്പൊ ഉറവ് തന്നെ ഉണ്ടോ ഇവിടെ മേളിന്ന്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് താഴേന്ന് കോഴി കൊണ്ടുവരണ്ടേ. പിന്നെ അന്നൊന്നും എന്നും ഇവിടെ വന്നേപ്പിനെയാണ് പൊടിയല്ലേ, ഇവിടെ വന്നപ്പോഴാണ് ഡെയിലി രാവിലെ പലഹാരം കഴിച്ചു പഠിച്ചത്. അപ്പൊ അന്ന് പലഹാരം നമ്മുടെ വീട്ടിലൊന്നും തന്നെ കഴിച്ചു പഠിച്ചിട്ടില്ലല്ലോ, വീട്ടിലൊക്കെ കഞ്ഞിയായിരുന്നു. അപ്പൊ ഡെയിലി ഇവിടെ വന്നപ്പോഴൊക്കെ ഇവരൊക്കെ പലഹാരം രാവിലെ കഴിക്കുന്നേ. എന്നിട്ട് വെളുപ്പിനെ 6 മണിക്ക് ഒരു ജോലിക്ക് പോകുമല്ലോ, അപ്പൊ ഇവര് പലഹാരം കഴിക്കും. എന്നും വൈകുന്നേരം ഇതിലിരുന്ന് ഒന്നില്ലെങ്കിൽ അരി പൊടിക്കും പുട്ടിനുള്ളത്, അല്ലെങ്കിൽ ദോശയ്ക്കോ അപ്പത്തിനുള്ളതൊക്കെ ഇതിലിരുന്ന് അരയ്ക്കും. അന്ന് മിക്സി ഒന്നുമില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോ പിന്നെ നോക്ക് ഞങ്ങളുടെ കല്ല് കണ്ടോ. നിന്നെ ഓരോ സാധനങ്ങളും കാണിച്ചു തരുമ്പോഴായിരിക്കും ഇതൊന്ന് പിടിച്ച എൽസുകുട്ടി നോക്ക് ഇത്രയും വലിയ കല്ല് എടുത്തിട്ടാണ് എന്ത് കാലാന്നറിയാമോ. എന്നിട്ട് ഇത് എടുത്തിട്ട് എങ്ങനെ അന്ന് പൊടികളൊന്നും ഉപയോഗിക്കില്ല. അത് കണ്ട് പിന്നെ കുറെ നാളെ പൊടിയായി. മുളക് മല്ലി മഞ്ഞൾ വരെ ഇതിൽ പൊടിക്കും അല്ലേ എൽസുകുട്ടി. അതില് പിന്നെ കാപ്പിക്കുരു, നമ്മുടെ ഇവിടെ കാപ്പിക്കുരു ഉണ്ട്. കാപ്പിക്കുരും അതിൽ നമ്മൾ തന്നെ ഇതിലിട്ട് വറുത്ത് അതില് പൊടിച്ച് അരിച്ച് നല്ല പണിയായിരുന്നു. നല്ല വീടുണ്ട് കേട്ടോ. നേരെ ഉള്ളു. പിന്നെ എൽസുകുട്ടി എന്ത് ചെയ്യുന്നറിയാം, എൽസുകുട്ടിയൊക്കെ ഞാൻ കാണിച്ചെന്ന് അവിടെ താമസിച്ചോണ്ടിരുന്നവര് ചേച്ചിയും പിള്ളേരും ഇടയ്ക്ക് ഇവിടെ വരും, കുറച്ച് ദിവസം താമസിക്കും. അപ്പൊ നമ്മൾ വൈകുന്നേരത്തെ എന്ത് ഉണ്ടാക്കുന്നതെന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടാ? വൈകുന്നേരം തിന്നാനൊന്നുമില്ലെങ്കിൽ വിശക്കും ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പച്ചരി ചോറ് വെക്കൂടാ, പച്ചരി ചോറ് വെക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചരി ചോറ് വെച്ചിട്ട് കാന്താരി ചമ്മന്തി അരയ്ക്കും, ഉണക്കമീൻ ചുടും. ഓർമ്മയുണ്ട് ഇതൊക്കെ? ഓർക്കണില്ലേ? മറന്നുപോയി ഇതൊക്കെ മൊത്തം. ഭയങ്കര ടേസ്റ്റ്. ഉണക്കം ഈ പച്ചരി ചോറും വെക്കും, കാന്താരി മുളക്, കാന്താരി ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഇട്ട് കണ്ടോ സാധുവായിട്ട്. ഇപ്പൊ പണ്ടത്തെ ഓർമ്മയൊക്കെ വരുന്നത്. ഇവിടുത്തെ വലിയ കലം ഉണ്ടാ. ആ കല എവിടെ നമ്മൾ വെള്ളം കൊണ്ടുവരുന്നേ? ഇത് സോനം നോക്ക് നീട്ടാ. സാധുവായിട്ട് പറഞ്ഞെടുക്കാമോ? ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ ഇവിടെ ആയിരിക്കും ഓ എന്റെ അമ്മ എന്തോ ഒരു ഇത്രയും പണി ചെയ്ത്. ഇത് ചെറിയ കലാട്ടം. നോക്ക്, ഈ കളത്തിലേക്കാണ് താഴേന്ന് വെള്ളം എങ്ങനെയാന്നറിയാം നമ്മൾ മേളിൽ കൊണ്ടുവരുന്നേ. താഴേന്ന് മുമ്പ് ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കും, എന്നിട്ട് തലയിൽ പിടിച്ച് നോക്ക് ഈ ഇത്രയും കലത്തിലേക്കാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത് താഴേന്ന്. അല്ല അത് ഓർമ്മയുണ്ടാ? അതെങ്ങനെ ഓർമ്മയുണ്ടോ? ദേവിന് നമ്മുടെ അടുപ്പൊക്കെ നോക്ക്, കണ്ട പണ്ടത്തെ അടുപ്പ് ഇവിടെയൊക്കെ കണ്ടതേ. പിന്നെ എപ്പോഴും നമുക്ക് എന്താന്നറിയാമോ, ഞാനൊരു ലൈറ്റ്, പക്ഷെ ഇത് നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഇങ്ങനെ. എന്താ വെച്ചാൽ ഇവിടെ വിറക് ഒത്തിരി കിട്ടൂലോ. എന്റെ വീട്ടിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഞാനിവിടെ കാണാത്ത സാധനം എന്താന്നറിയാമോ, നമ്മുടെ ഉണക്കമീൻ തൂക്കിയിരുന്ന കുടുക്ക കൂട ഇല്ലേ ഇവിടങ്ങളില്. അന്നൊന്നും ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. പച്ചമീൻ അങ്ങനെ എപ്പോഴും കിട്ടൂല. അപ്പൊ എല്ലാ വീടുകളിലും ഉണക്കമീൻ ഉണ്ടാകും. അപ്പൊ ഈ കൂടെ എപ്പോഴും ഇവിടെ എന്താ അവിടെ ഇത് ഉണക്കും, ബീഫ് ഇല്ല പന്നി. അപ്പു ചെറുതായിരുന്നപ്പോ അമ്മച്ചി ഇവിടെ ഇരിക്കുകയായിരുന്നു. അമ്മച്ചി ഇവിടെ ഇരുന്ന് അപ്പു അവിടെ നിന്ന് ഇങ്ങോട്ട് വീണപ്പോ അമ്മച്ചിനെ കൈ കയറി പിടിച്ച്, എന്നിട്ട് അവന്റെ കൈ ഒരു ഇതായി പോയി. എന്നിട്ട് കുറെ നാളെ പാവം പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കിടന്നത്. പണ്ട് നമുക്ക് വെറുതെ തിന്നു, ചൊമ്പാകുമ്പോ കഴിക്കുന്ന നല്ല മധുരം. ഇവിടെയൊക്കെ ഇത് പറിച്ചുണക്കിയിട്ട് നമ്മള് തന്നെ പൊടി ഉണ്ടാക്കും അല്ലേ. നമ്മള് ആദ്യം ഞാൻ പറഞ്ഞില്ലേ അവിടെ എല്ലാം ഉരളിലിട്ട് ഇടിക്കുകയായിരുന്നു. ഇപ്പൊ സാധുട്ടനൊക്കെ പുറത്തുകൊണ്ടുപോയി. ഇപ്പൊക്കെ മെഷീനൊക്കെ വന്നുകൊണ്ടേ. അപ്പൊ അന്നൊന്നും മെഷീൻ എത്ര വർഷം മുമ്പാണ്. ഇപ്പൊ കണ്ടാലും നിങ്ങളിത് പിടിച്ച് കണ്ണിൽ വെക്കുവോ? ഏതാ ഇത്? കണ്ണിൽ വെക്കുക? ഇല്ല. ഞാൻ വെച്ച് നോക്കി. ഇങ്ങനെ കണ്ണു തുറക്ക്.
എന്താ തണുപ്പില്ലേ? ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പിടിച്ചു. എനിക്കിത് കാണുമ്പോ ഇങ്ങനെ വെക്കാൻ തോന്നും. ഞാനിത്തിരി വെക്കട്ടെ, എനിക്കിത് കാണുമ്പോ. ഇത് നോക്ക്, പണ്ട് തുടങ്ങിയുള്ള ഇതാണ് അല്ലേ സാ? ഇതിങ്ങനെ കണ്ട, ഇതാണ് നമ്മുടെ ഇത്. പണ്ട് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കറണ്ട് വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു പെട്രോമാക്സ് തൂക്കിയിടും. എന്നിട്ട് അത് രാത്രി ആകുമ്പോ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ എയർ കൊടുത്ത് പെട്രോമാക്സ് കത്തിച്ചിട്ടാകുമ്പോ കുറച്ച് വെട്ടം കിട്ടും. അങ്ങനെ ഇവിടെ കറണ്ട് അന്നൊന്നും എന്നെ കല്യാണം കഴിച്ച സമയത്തൊന്നും കറണ്ട് ഇല്ല. പിന്നെ ഇവിടെ ഒരു ചാരുകസേര ഉണ്ടായിരുന്നു അല്ലേ എൽസുകുട്ടി? അതെ, ചാരുകസേര എന്തി പോയോ? ഇങ്ങനെ എന്നിട്ട് അപ്പച്ച എവിടെ കിടക്കും? ഇവിടെ എപ്പോഴും നോക്കിയാൽ അപ്പച്ച ഇവിടെ. എന്നിട്ട് ഇവിടെ ഒരു ടീപ്പോയും ഉണ്ട് ഇവിടെ. എന്നിട്ട് ടീപ്പോയിൽ അച്ചാച്ചൻ ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു അച്ചാച്ചന്. അതാ ഞാൻ പറഞ്ഞത്, ഈ അന്നൊന്നും നമുക്കിവിടെ കറണ്ട് ഇല്ല, ടി വി ഇല്ല, വേറെ യാതൊരു ഇതുമില്ല. അപ്പൊ അച്ചാച്ചൻ ഇങ്ങനെ ഇവിടെ കിടക്കും, കസേരയിൽ കിടക്കും. റേഡിയോ അത് രാത്രി കഴിഞ്ഞപ്പോഴേക്കുള്ളൂ. പക്ഷെ പകൽ മൊത്തം എന്താ ചെയ്യുന്നത്? അല്ല, അച്ചാച്ചനും അമ്മയും ഇത് വായിക്കുന്ന ഓർമ്മയുണ്ടോ? പള്ളിയിലല്ലേ സാധേട്ടാ ആഴ്ചപ്പതിപ്പ്. അന്ന് ആഴ്ചപ്പതിപ്പ്, മനോരമ, മംഗളം ഇതൊക്കെ കിട്ടും. എന്നിട്ട് അമ്മച്ചി കൊണ്ടുവന്ന് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒപ്പം വായിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മച്ചി ഇവിടെ ഒരു കൊരണ്ടി, വലിയ പൊക്കമുള്ള കൊരണ്ടി പലകയുണ്ട്. അതിട്ടിട്ട് അമ്മച്ചി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അച്ചാച്ചനത് വായിച്ചു കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് അതിനെപ്പറ്റി ചർച്ചയായിരിക്കും, അടുത്ത ആഴ്ച എന്തായിരിക്കും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇവിടെ ഇരുന്ന് ഫുള്ള് അമ്മച്ചി വായിക്കും. അമ്മച്ചി ഒറ്റയ്ക്കിരുന്ന് അത് കഴിഞ്ഞിട്ട് വായിക്കും. ഇപ്പൊ ഇവിടെ വരുമ്പോ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തോർത്ത് പോവുക. നിത്യവഴുതനങ്ങ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം. കട്ടൻ ചായ, ഉണക്കക്കപ്പ വേവിച്ചതും മീൻ ഉണക്കമീൻ ചുട്ട് ഇടിച്ചതും. പിന്നെ ഒരു പാട്ടും വെക്കണം. നല്ല ചായ ചേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് താമസം അങ്ങാടിയില് ആവണം. നമുക്ക് കൃഷി ചെയ്യാം, പച്ചക്കറി നടാം, ചെടി നടാം. ഞാൻ പിന്നെ വരൂല്ല ഇങ്ങനെ മഴ കീഴ ഇങ്ങനെ ഓരോ ഇത്. അതേ ഞങ്ങളെ പെണ്ണുങ്ങൾ കല്യാണത്തിന് വിളിക്കാൻ ആൽബം കാണിച്ചു തരാണ്. നല്ല കളർ സാരി ഏബിച്ചേട്ടാക്ക് വൈഫ് അല്ലേ? നല്ല കളർ സാരി. ഫുഡ് കഴിക്കുന്ന സമയമായില്ലേ അമ്മ? നല്ല വിശപ്പല്ലേ? അപ്പൊ ഞാനൊക്കെ ഇഷ്ട ഫുഡ് ഇത് കറി, അവില്, പിന്നെ എന്താ കറി? ചിക്കൻ കറി, മോർ കറി, പപ്പടം, നാരങ്ങ അച്ചാറ്, കപ്പ. സ്പെഷ്യൽ അല്ലേ? നമുക്ക് മാങ്കാമലയില് സ്പെഷ്യല്. അപ്പൊ കഴിച്ചോ? മീൻ കറി ഉണ്ടോ? പുനസ് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പുനസ് പേടിച്ചിട്ട് വയ്യ. പുനസക്ക് കാലിൽ അട്ട കടിച്ചിട്ടില്ലേ? അട്ട കണ്ടപ്പോ പുനസക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അവിടെ മേലെ വീട്ടില് ആ മേലെ നിന്നില്ല, താഴെ വന്ന് കരഞ്ഞിട്ട് ഔഷധിയായി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. പാപ്പി ചേട്ടാ ബാ, എല്ലാരും കഴിക്ക്, എല്ലാരും ഒരുമിച്ച് കഴിക്കാം. ബാ ചേച്ചി. ഫുഡ് കഴിച്ച് ഉറങ്ങി. പിന്നെ ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. ശരിക്കും ഈ വെള്ളം കളിക്കുന്നക്ക് വേണ്ടി വന്നാനോ കളിക്കുന്ന പറ്റില്ല. ഫുള്ള് മഴ. അതെ കണ്ടോ ഗൈസ്, കണ്ടോ എന്താ നല്ല രസ വെള്ളമുണ്ടോ. നോക്കി ഈ ഭിത്തിയുടെ വീതി നോക്കുന്നീ, വീതി കാണിച്ചത് കണ്ടോ? ഇവിടെ നോക്കി ഇവിടം വരെ ഉണ്ട്. ഇതെന്താന്നറിയോ? കരിങ്കല്ല് വെച്ച് പണിത, മേളിലേക്ക് ഫുള്ള് കരിങ്കല്ല്. മനസ്സിലായോ? എല്ലാം ഭിത്തിയും ഫുള്ള് കരിങ്കല്ല. നോക്ക് ഇപ്പുറത്തെ കഷ്ടം, ഇവിടെ മാത്രം നന്നായിട്ട് തേച്ചില്ല. എന്നിട്ട് കരിങ്കല്ലാവുമ്പോ ഈ തേക്കുമ്പോ ഒത്തിരി സിമെന്റും മണ്ണും വേണം. പക്ഷെ ഇവിടെ നോക്കണ്ട, ഇവിടെ അധികം തേച്ചില്ല. കണ്ട കരിങ്കല്ല ഇതുണ്ട്. ഇവിടെ എല്ലാം അങ്ങനെ കണ്ട, ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ഇത് തേച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഈ മൊത്തം തേക്കുമ്പോ ഭയങ്കര കനത്തി തേക്കണം. കരിങ്കല്ല ഇതുകൊണ്ട് ലെവലല്ലല്ലോ. എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. കണ്ട ഭിത്തി, കണ്ട കരിങ്കല്ല്. പക്ഷെ പണ്ടത്തെ വീടാണെങ്കിലും കരിങ്കല്ല് കൊണ്ട് മേളിലാരും കെട്ടൂല, മേളിലേക്ക് കരിങ്കല്ലാരും കെട്ടൂല. പക്ഷെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ ഇതുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ചെടുക്കാനുണ്ടായിരുന്നുകൊണ്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ മേൽഭാഗവും കെട്ടിയതാണ്. പണ്ടത്തെ ഇതിനൊക്കെ കുറേ വാതിലും ജനലും ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഊണുമുറി, ഡൈനിങ് റൂം. പണ്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അടുപ്പ്
രാവിലെ 6 മണിക്കൊക്കെ ജോലിക്ക് പോകണം ഇവർക്ക്. അപ്പം എന്ത് ചെയ്യും, രാവിലെ അന്നൊക്കെ നമ്മൾ ചെറിയ പിള്ളേരല്ലേ, ഓർക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്നിട്ട് അപ്പം ഉണ്ടാക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് തന്നെ കിച്ചൺ. പക്ഷെ അന്ന് ഗ്യാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഗ്യാസ് വിറക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ട എന്റെ കനം കണ്ട. പക്ഷെ ഭയങ്കര കനാടി. ഇപ്പൊ എല്ലാം പൊടിയല്ലേ. നല്ലതാ. പക്ഷെ ഭയങ്കര കനം, അതാണ് കുഴപ്പം. ഒന്നുമില്ല. അപ്പൊ നമുക്ക് പോവാട്ടോ. പോവാ, ശരി പോവാ. ഇത് നമ്മുടെ ചേട്ടൻ. ഇത് ചേട്ടന്റെ ഭാര്യ ചേട്ടത്തി. അമ്മക്ക് ചേട്ടൻ ഇങ്ങനെ ചേട്ടന് പറഞ്ഞു കൊടുക്കും. ഹസ്ബൻഡിന്റെ ചേട്ടൻ. ഇത് ചേട്ടത്തി, ചേട്ടന്റെ ഭാര്യ. ഇവരാണ് ഇപ്പൊ തറവാട്ടിൽ താമസിക്കുന്നത്. അതെ, പണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ. നമ്മളിവിടെ താമസിച്ചു. അപ്പൊ ഇവര് ഇവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചോണ്ടിരുന്നേ. അപ്പൊ ഇപ്പൊ ഇവരിവിടെ അല്ലെ സാധുട്ടാ. ഇനിയിപ്പൊ ഇവര് കുറച്ച് ദിവസം കഴിയുമ്പോ വേറെ വീട്ടിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നത്. അതെ അതെ അതെ. ചാച്ചാവ് ചാച്ച ചാച്ചാലേ അറിയില്ല. മാമ പറഞ്ഞു കൊടുത്ത് എനക്ക് അറിയില്ലേ. നമുക്ക് ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഞങ്ങൾ വിളിക്കണത് എല്ലാരും വിളിക്കുന്നത് ശരിക്കും പേര് തങ്കമ്മ അല്ലേ. വിളിക്കുന്ന എല്ലാവരും വിളിക്കുന്നത്, കൊച്ചു പിള്ളേർ തുടങ്ങി വിളിക്കുന്നത് ചിയാന്ന് വിളിക്കുന്നത്. ചിയാന്തി അങ്ങനെ വിളിക്കുന്നത്. എന്താ ചെയ്യാന്ന് ഇതിനകത്ത് കൊച്ചു ഈ ചേച്ചി ചോദിക്കാൻ എന്ത് ചെയ്യാന്ന് വിളിക്കുന്നത്. നമ്മുടെ ചിയാന്റിയുടെ മോനാണ് ഷാജി. സജി ചേട്ടാ അല്ലെ. സജി ചേട്ടക്ക് വൈഫ് പോയിട്ടോ. ഓണക്കളി കളിക്കാൻ പോയി. ഓണക്കളി പഠിക്കാൻ പോയി. നമ്മൾ അവിടെ ഇന്നപ്പോഴേ പോയി. നമുക്ക് വരുമ്പോ ഉണ്ടായിരുന്ന ചേച്ചി ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരണാനോ. അപ്പൊ ഇപ്പൊ ഓണക്കളി ഉണ്ടല്ലേ, പ്രാക്ടീസ് ചെയ്യാനും പോയി. അപ്പൊ നമുക്കും ഇപ്പൊ പോണ സമയമായി. അല്ലെങ്കിൽ ഇഷ്ടായിട്ടോ. ചിലപ്പം ഞാൻ താമസം മാറ്റും, ഇങ്ങോട്ട് വരുമോ. നല്ല അല്ലേ. നമ്മളിപ്പം അവിടെ ഇരുന്നിട്ട് ഇത് വേറെ ലോകത്തെ മാതിരി ഉണ്ട്. നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. ഇന്ന് വരുമ്പോ നമുക്ക് വെയിലുണ്ടാവും വിചാരിച്ചു. മഴ ഭയങ്കര മഴ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം വീഡിയോ പിടിച്ചിട്ട് പോവാ വിചാരിച്ചു. പക്ഷെ മഴ ആയില്ല, അപ്പൊ പോകും പറ്റൂല. അപ്പൊ അടുത്ത വർഷം ഞാൻ വരാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ. ചേട്ടന്റെ കാലിന് വയ്യാട്ടോ, ഓടില്ലേ. അമ്മ ബൈ പറയണേ. ബൈ ബൈ. എല്ലാരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്. അപ്പൊ ആന്റിയും നമുക്കിട്ട് കൂടെ ടൗണ് വരെ പോകും. അത് കഴിഞ്ഞിട്ട് ആന്റിയുടെ വീട്ടിലേക്ക് പോകും. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും അല്ലേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, സന്തോഷമായില്ലേ. നല്ല സന്തോഷമായി. ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ. ഇപ്പൊ നല്ല വെള്ളമായി അല്ലേ. കുത്തി ഒഴിച്ച് അവിടെ നിന്ന് വരും. അപ്പൊ കലങ്ങും. മഴ പോയി കഴിഞ്ഞാൽ നല്ല പെയ്യും. ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഈ സാധനം, ഈ കപ്പ വേവിച്ചിട്ട് ഇറച്ചി ഇടൂല, കപ്പയിറച്ചി വെക്കും. നല്ല ടേസ്റ്റ് ആണ്. അതെ, ഇവിടങ്ങളിൽ എല്ലാ വീടുകളിലും ഈ ഉണക്കക്കപ്പ ഉണ്ടാകും. ഇങ്ങനെ ഉണക്കും വെയിലത്തില്ലേ. വെയിലത്തിട്ട് പാട്ടും ഇത് കൊത്തി നുറുക്കിട്ട് ഈ തിളപ്പിച്ച് അല്ല ഇത് വാട്ടിയെടുക്കുന്നല്ലേ. നമുക്ക് എത്ര മേടിച്ചോ. അങ്കമാലി പന്നിക്കറി ഫേമസ് ആണ്. ഭയങ്കരമാണ്. പക്ഷെ ഞങ്ങളധികം കഴിക്കാറില്ല. ശരി.